പശ്ചിമേഷ്യയിൽ പുകയുന്ന യുദ്ധസമാനമായ സാഹചര്യം ഇന്ത്യൻ അടുക്കളകളിൽ ആശങ്കയുടെ കരിനിൽ വീഴ്ത്തുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മുറുകുന്നതോടെ ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയിൽ വൻ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന ഭീതിയാണ് പ്രധാനമായും പാചകവാതക ക്ഷാമത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറന്നത്. സാധാരണയായി ഇത്തരം ആഗോള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വലിയ തോതിലുള്ള പരിഭ്രാന്തി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ ഗൗരവകരമായ വിഷയത്തെ പരിഹാസരൂപേണയാണ് നേരിടുന്നത്. ഗ്യാസ് സിലിണ്ടർ വില വർധനയെയും വിറകടുപ്പിലേക്കുള്ള മടങ്ങിപ്പോക്കിനെയും കുറിച്ചുള്ള ട്രോളുകളും ഇരുണ്ട ഹാസ്യവും നിറഞ്ഞ മീമുകളും ഓൺലൈൻ ഇടങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റിനെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ആക്ഷേപഹാസ്യപരമായ കുറിപ്പുകൾ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിലിനും പ്രകൃതിവാതകത്തിനുമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയാണ് രാജ്യം കാലങ്ങളായി ആശ്രയിക്കുന്നത്. ഗൾഫ് മേഖലയിലെ നേരിയ അസ്ഥിരത പോലും ഇന്ത്യയിലെ ഇന്ധനവിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക മേഖലയെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ നിലവിൽ 40ഓളം രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഈ നയതന്ത്ര നീക്കം അന്താരാഷ്ട്ര വിപണിയിലെ പെട്ടെന്നുള്ള ആഘാതത്തെ പ്രതിരോധിക്കാൻ രാജ്യത്തെ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ തലത്തിൽ ഇത്തരം മുൻകരുതലുകൾ എടുക്കുമ്പോഴും വിപണിയിലെ യഥാർത്ഥ സാഹചര്യം ആശങ്കാജനകമാണ്. വടക്കേ ഇന്ത്യയിലെ ചില നഗരങ്ങളിൽ ഇതിനോടകം തന്നെ പാചകവാതക സിലിണ്ടറുകൾക്ക് കരിഞ്ചന്തയിൽ വൻ വില ഈടാക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സാധാരണ നിലയിൽ ലഭ്യമാകേണ്ട തുകയേക്കാൾ ഇരട്ടിയിലധികം നൽകി സിലിണ്ടറുകൾ വാങ്ങാൻ ചിലയിടങ്ങളിൽ ആളുകൾ നിർബന്ധിതരാകുന്നു. കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന ഈ ക്ഷാമം ഹോട്ടൽ മേഖലയെയും ചെറുകിട ഭക്ഷ്യ വിൽപ്പനക്കാരെയും സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിവാഹ സീസണുകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കാറ്ററിംഗ് മേഖലയിലുള്ളവർക്കും ഈ വിലക്കയറ്റം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പാചകവാതകത്തിന് വില ഉയരുന്നത് സ്വാഭാവികമായും ഹോട്ടലുകളിലെ ഭക്ഷണ വില വർദ്ധിക്കാൻ കാരണമാകുമെന്നതിനാൽ സാധാരണക്കാരന്റെ ജീവിത ചെലവ് ഇനിയും ഉയരാനാണ് സാധ്യത.